ഉത്സവാഘോഷങ്ങളിലെ ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് പ്രതിസന്ധികൾ ചർച്ച ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാർ ഉന്നതതല യോഗം വിളിക്കും. റവന്യൂ ദേവസ്വം മന്ത്രിമാർക്കൊപ്പം മുഖ്യമന്ത്രിയുമായും വിഷയം ചർച്ച ചെയ്തെന്നും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് യോഗം വിളിക്കുന്നതെന്നും വനം മന്ത്രി AK ശശീന്ദ്രൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഹൈക്കോടതിയുടെ കർശന മാർഗനിർദ്ദേശങ്ങൾ തുടർന്നാൽ തൃശൂർ പൂരം ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ വ്യക്തമാക്കി. മതനേതാക്കളുടെയും ദേവസ്വങ്ങളുടെയും യോഗം ഞായറാഴ്ച ചേർന്ന് തീരുമാനമെടുക്കുമെന്നും ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. ആനെഴുന്നള്ളിപ്പ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തിനും ഉത്തരവിനും പിന്നാലെയാണ് ഉന്നതതല യോഗം ചേരാൻ സർക്കാർ ഒരുങ്ങുന്നത്. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയ ശേഷം 3 ദിവസത്തിനുള്ളിൽ യോഗം ചേരും. ദേവസ്വം റവന്യൂ മന്ത്രിമാർക്കൊപ്പം മുഖ്യമന്ത്രിയുമായി വിഷയം ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തതെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഈ കാര്യത്തിൽ ഇന്നലെ ദേവസ്വം വകുപ്പ് മന്ത്രിയും റവന്യൂ മന്ത്രിയും ഞാനും കൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി മിനിയാന്ന് സംസാരിച്ചപ്പോൾ ഇതിന് നിയമപരമായി എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്ന് ഒരു ഉന്നതതല യോഗം ഏതാനും ദിവസങ്ങൾ 2-3 ദിവസത്തിനകം വിളിച്ചു ചേർത്ത് അനന്തര നടപടികൾ സ്വീകരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനിടയ്ക്ക് AGയെ കണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും ഈ കാര്യത്തിൽ ആരായണമെന്നുണ്ട്. കേരളത്തിലെ സാഹചര്യങ്ങളനുസരിച്ച് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനാവില്ലെന്നും ഈ സാഹചര്യത്തിൽ നിയമപോരാട്ടമല്ലാതെ മറ്റ് മാർഗങ്ങളില്ലെന്നും ശശീന്ദ്രൻ പറഞ്ഞു. വിധിക്കെതിരെ ഇടക്കാല ഉത്തരവ് തേടിയെടുക്കാനും ദേവസ്വങ്ങൾക്കും ആനയുടമകൾക്കും ശ്രമിക്കാം. നിയമനിർമ്മാണത്തിന് കാലതാമസമുണ്ടാകുമെന്നും ജല്ലിക്കെട്ട് മോഡൽ നിയമനിർമ്മാണം സംസ്ഥാനത്ത് സാധ്യമാകില്ലെന്നും AK ശശീന്ദ്രൻ വ്യക്തമാക്കി. അതേസമയം ഹൈക്കോടതിയുടെ കർശന മാർഗനിർദ്ദേശങ്ങൾ തുടർന്നാൽ ഇത്തവണത്തെ പൂരം ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതികരിച്ചു. കോടതി നമ്മുടെ വശങ്ങളൊന്നും കേട്ടിട്ടില്ല. അമിക്കസൂരി കൊടുത്തിട്ടുള്ള ഒരു ഡാറ്റാസ് 10-35ഓളം കണ്ടീഷൻസുള്ള ഒരു ഡാറ്റാസ് അതങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്ത് കോടതി ഒരു വിധിയായിട്ട് ഇറക്കുകയാണ് ഉണ്ടായത്. അത് നമുക്കൊരു ചർച്ച ചെയ്ത് ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്ത് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ബാക്കി കുറച്ച് ഒരു വിട്ടുവീഴ്ചകൾ ചെയ്ത് ബഹുമാനപ്പെട്ട കോടതി പറയാം നല്ലൊരു ഒരു 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 തീരുമാനത്തിലേക്ക് എത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇരു ദേവസ്വങ്ങളും സംയുക്തമായി ഞായറാഴ്ച പ്രത്യേക യോഗം ചേരും. വിവിധ മതനേതാക്കളും ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളും ദേവസ്വങ്ങളും യോഗത്തിൽ പങ്കെടുക്കും. പഴയ പ്രൗഢീനം നടത്താൻ സാധിക്കില്ല. ഒന്ന്. രണ്ടാമത് ഈ ഡിസ്റ്റൻസ് വിട്ട് കഴിഞ്ഞാൽ ഇത്രയും ആനകളെ എഴുന്നള്ളിക്കാൻ പറ്റില്ല, പിന്നെ പകൽ എഴുന്നള്ളിക്കാൻ പറ്റില്ല. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എഴുന്നള്ളിപ്പ് നടത്തുക എന്നുള്ളതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നത്തെ കാര്യം വെടിക്കെട്ടിലും കണ്ടമാനം നിയന്ത്രണങ്ങൾ ഇപ്പോൾ പുതിയ സെൻട്രൽ ഗവൺമെൻറ് ഗസറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അത് പ്രകാരം ക്ഷേത്ര മൈതാനത്ത്, അതായത് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നടത്താൻ സാധിക്കില്ല. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് ഹൈക്കോടതി ഇടപെടലുകൾ തുടരുമ്പോൾ വിവിധ കോണുകളിൽ നിന്നാണ് പ്രതിഷേധങ്ങൾ ഉയരുന്നത്. ഈ സാഹചര്യങ്ങൾ പരിഗണിച്ച് സർക്കാർ യോഗം വിളിച്ചതോടെ സംസ്ഥാന വ്യാപകമായി വിഷയത്തിൽ സമ്മർദ്ദം ശക്തിപ്പെടുത്താനാണ് വിവിധ സംഘടനകളും തീരുമാനിച്ചിരിക്കുന്നത്. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.